നമ്മുടെ പുരാണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ മതങ്ങൾ പറഞ്ഞു തന്ന ഇത്തരത്തിലുള്ള വലിയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത പാകത്തിൽ ആധുനിക ജനസമൂഹം എത്തി നിൽക്കുകയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഒരു തരംഗങ്ങൾ പോലെയാണ്. അതായത് നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഒരു തരംഗങ്ങൾ പോലെയാണ്. ശരിക്കും ഈ തരംഗങ്ങൾ എല്ലാവരുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. ഇതുണ്ടോ, ഒരു തരംഗങ്ങൾ പോലെയാണ്. നിങ്ങളുടെ ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അടുത്ത മനുഷ്യന്റെ, നിങ്ങളുമായി ഏത് ബിസിനസ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളുടെ സ്റ്റുഡൻസ്, നിങ്ങളുമായി ബന്ധപ്പെടുന്നവർ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, എല്ലാവരുമായിട്ട് നിങ്ങളുടെ ചിന്തകൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ എന്താവും? നെഗറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലായിട്ടും നിങ്ങൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യും. നിങ്ങൾ പോസിറ്റീവ് ചിന്തിച്ചാലോ പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യും. മൊബൈൽ 1 മണിക്കൂർ ഒഴിവാക്കുക. നിങ്ങൾ മൊബൈലിനകത്ത് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈൽ ഒന്ന് എടുത്ത് എല്ലാവരും, ഇപ്പൊ ഈ സൂം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നോക്കിയാൽ മതി. ജസ്റ്റ് നിങ്ങളുടെ ആപ്പിന്റെ എണ്ണം ഒന്ന് നോക്കിയാൽ മതി. ഒരു 50 60 ചിലപ്പോൾ 100 വരെ ആപ്പ് ഉണ്ടാവും നിങ്ങളുടെ ഫോണിൽ. എന്തിനാ സഹോദരന്മാരെ നിങ്ങൾക്ക് ഇത്രയും ആപ്പുകൾ? നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ആപ്പുകൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയോ? നമസ്കാരം. പറയൂ സാർ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫീൽ. ഞാനും മെഡിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെയും കുറച്ച് ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് അത് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കരച്ചിലും വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഒരു കടന്നുപോയ നിമിഷങ്ങളില് ഇപ്പൊ അമ്മച്ചീനെ ഓർക്കാൻ പറഞ്ഞപ്പോഴൊക്കെ അമ്മച്ചി ശരിക്കും എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടും എന്നെ നോക്കുന്നതായിട്ടും ഞാൻ അമ്മച്ചിയോട് ഒരു കരഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് പറ്റില്ല തുടർന്ന് പോകാനെന്ന് തോന്നി. അതുപോലെ എനിക്ക് ശരിക്കും അടുത്ത് വന്ന് എന്റെ അമ്മച്ചി എന്റെ അടുത്ത് ക്ഷമിക്കുന്ന പോലെ, എന്നെ കെട്ടിപ്പിടിക്കുന്ന പോലെ, എന്നോട് ക്ഷമിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു സാറേ.